ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ന്യൂട്രില്ല അതൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ആവശ്യമുള്ളത് നിലക്കടല ഒരു 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് ഒരു 1/4 കപ്പ്, അതൊരു പാനിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിയിപ്പിക്കണ്ട. നമുക്കറിയാലോ ഏകദേശം ആ ഒരു ചൂടിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതെല്ലാം വറുത്തതാണ്, ആദ്യം നമ്മൾ മേടിക്കുമ്പോൾ തന്നെ വറുത്തതായിട്ട് കിട്ടണതാണ്. എന്നാലും നമ്മുടെ വക ഒന്ന് വറക്കണമല്ലോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ. ഇനി വേണ്ടത് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ആണ് കേട്ടോ വേണ്ടത്. മിൽക്ക് കോമ്പൗണ്ട് 40 ഗ്രാമും ഡാർക്ക് കോമ്പൗണ്ട് 40 ഗ്രാമും. അത് നമുക്ക് ഒരു പാത്രത്തിൽ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ചൂടിൽ കിടന്ന് തന്നെ ഇത് മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ അരികെല്ലാം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കൂടുതൽ അതിനെ കാട്ടി ഇത്തിരി എളുപ്പമെന്ന് എനിക്ക് തോന്നിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ ഇങ്ങനെ ഉരുകി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും നല്ലതുപോലെ യോജിച്ച് ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ കുറച്ചുകൂടെ അടിയിൽ ഇത്തിരി കട്ടയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഉരുകി ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. അടിയെല്ലാം നല്ലതുപോലെ കട്ടയെല്ലാം ഉരുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ബദൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ അതിൻ്റെ മണം മുന്തി നിൽക്കും. അപ്പോൾ അതൊരു ടേസ്റ്റ് കുറവ് തന്നെയാണ്. അപ്പം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഉരുകി കഴിഞ്ഞ് ഒരു ചൂടാറിയ ഒന്ന് കട്ടയാവും. അതാകാണ്ടിരിക്കാനാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നല്ല ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറ് നല്ല ഉണങ്ങിയ ജാറായിരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. തരിതരിപ്പ് പാടില്ല, അതുവരെ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ എണ്ണമയം വരുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും അടിയെല്ലാം ഇളകി തട്ടി കൊടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ അടിച്ചെടുക്കുക. നമ്മുടെ ഈ പൊടിയെല്ലാം നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപം ആകുന്ന വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ നല്ലതുപോലെ എണ്ണ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ നിലക്കടലേൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ എണ്ണ ചെറിയൊരു എണ്ണൻ്റെ അംശമൊക്കെ വരുമല്ലോ, അതങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക. അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഈ നിലക്കടലയും ഇതൊക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ക്രീം ഇവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ക്രീമിയായി നല്ല ഇതേ ഒരു ലെവലിലായി ഇരുന്നോളും. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ നേരത്തെ നിലക്കടലയൊക്കെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലായത് ചിലത് ചെറുതായി ഉണ്ടാവുമല്ലോ അതിൽ ഓരോന്ന്. അപ്പോൾ ഈ ക്രീം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുത്താൽ നമ്മുടെ ന്യൂട്രില്ല ഇവിടെ റെഡിയാവും കേട്ടോ. അതിപ്പോൾ നല്ലതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ചൂടാവും മിക്സി. അപ്പോൾ ഇടയ്ക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് വെളിയിൽ വെക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ അടിച്ചെടുക്കുക. അങ്ങനെ നിർത്തി അടിക്കുക. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി
ന്യൂട്രില ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി കാണും വരയ്ക്കും ടാറ്റാ.